നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇതാ പുതിയൊരു വിഷയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ കാർഷിക വിത്തുകൾ പാകിസ്ഥാൻ മോഷ്ടിച്ച് അവരുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്നതാണ് പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തനത് നെല്ലിനങ്ങളാണ് ഈ വിധത്തിൽ പാകിസ്ഥാൻ മോഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഈ വിഷയം കേന്ദ്ര സർക്കാർ ആഗോള ഫോറങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. പുസ ബസ്മതി 1121 എന്നിവ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നെല്ലിനങ്ങളാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ IARAയുടെ ഗവേഷണ ഫലങ്ങളാണ് ഈ വ്യത്യസ്ത നെല്ലിനങ്ങൾ. ഇവ ഇപ്പോൾ പാകിസ്ഥാനിൽ പലയിടങ്ങളിലും തകൃതിയായി കൃഷി ചെയ്തു വരികയാണ്. അതിനു പുറമെ പാകിസ്ഥാൻ ഈ കാർഷിക ഇനങ്ങൾക്ക് PGI ടാഗ് അഥവാ പ്രൊട്ടക്റ്റഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗിനായുള്ള അവകാശവാദവും ഉന്നയിച്ചിരിക്കുകയാണ്. PGI ടാഗ് എന്ന വിളകൾക്കായുള്ള സംരക്ഷിത ഭൂമിശാസ്ത്ര സൂചിക കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രാദേശിക തനത് വിളകൾക്ക് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന അംഗീകാരമാണ്. അവ പ്രത്യേക ഗുണനിലവാരത്തോടെയും സ്വഭാവ സവിശേഷതകളോടെയും ഉൽപ്പാദിപ്പിക്കുന്ന വിളകളാകണമെന്ന നിബന്ധനയുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ PGI ടാഗ് അംഗീകാരം ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വൻ കയറ്റുമതി സാധ്യതയാണുള്ളത്. PGI ടാഗിനായുള്ള പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ അനധികൃതമായി സ്വന്തമാക്കിയ ഇന്ത്യൻ വിളകളെ സംബന്ധിച്ചുള്ള വസ്തുതകൾ കേന്ദ്രം യൂറോപ്യൻ യൂണിയനെ അറിയിച്ചിരിക്കുകയാണ്. ഇതിലെ രസകരമായ വസ്തുത 2018 ജൂലൈയിൽ ഇന്ത്യ തനത് ബസുമതി അരി ഇനങ്ങളുടെ PGI ടാഗിനായി യൂറോപ്യൻ യൂണിയന് അപേക്ഷ നൽകിയിരുന്നു. ഇന്ത്യ സമർപ്പിച്ച പട്ടികയിൽ ഉൾപ്പെട്ട അരി ഇനങ്ങളുമായി ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതാ പാകിസ്ഥാനും PGI ടാഗിനായി രംഗത്തെത്തി. അതോടെയാണ് പാകിസ്ഥാന്റെ കള്ളം വെളിച്ചത്തായത്. ഇതോടെ ഈ അരി ഇനങ്ങളുടെ DNA പരിശോധന സംബന്ധിച്ച രേഖകൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയന് കൈമാറിക്കഴിഞ്ഞു. മാത്രവുമല്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ തനത് ബസുമതി അരി ഇനങ്ങൾ കൃഷി ചെയ്യുന്നുവെന്നതിന്റെ തെളിവുകളും ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഇന്ത്യ തടയാൻ മുതിർന്നതിനും അതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിനും പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട്. ഇന്ത്യയുടെ തനത് കാർഷിക വിളകളെ സംബന്ധിച്ച പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദം രാജ്യത്തെ കർഷകർക്ക് തിരിച്ചടിയായി മാറും. നിലവിൽ ആഗോളതലത്തിൽ ബസുമതി അരിയുടെ കയറ്റുമതിയിൽ മുന്നിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒരു വർഷം 50,000 കോടി രൂപയുടെ ബസുമതി അരിയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. സാധാരണ അരി ഇനങ്ങളെക്കാൾ ബസുമതി അരിക്ക് ഇരട്ടി വിലയാണുള്ളത്. പ്രധാനമായും ഗൾഫ്, യൂറോപ്പ് എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിൽ ബസുമതി അരിക്ക് വൻ ഡിമാൻഡാണുള്ളത്. വിദേശ വിപണിയിൽ ബസുമതി അരിക്ക് ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ തന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുടെ വിത്ത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തി കൃഷി ചെയ്ത് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന വിത്തിനങ്ങൾ 1966 ഇന്ത്യൻ സീഡ്സ് ആക്ടിനും 2001 പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് ആക്ടിനും കീഴിലുള്ളവയാണ്. ഈ നിയമങ്ങളിലൂടെ രാജ്യത്തെ കർഷകർക്ക് ഇത്തരം വിത്തുകൾ കൃഷി ചെയ്യുന്നതിനുള്ള പ്രത്യേക അവകാശവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു രാജ്യം സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത കാർഷിക വിളയിനങ്ങൾ അനധികൃതമായി സ്വന്തമാക്കി കൃഷി ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. അതിനാൽ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്ന മോഷണ ആരോപണത്തിന്റെ ഗൗരവവും ഏറുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.